സൗദിയിൽ മിസൈൽ വന്നതും വീണതും പൊട്ടിയതും ഒന്നും ഞാൻ അറിഞ്ഞില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞുറങ്ങുമ്പോൾ എന്ത് മിസൈൽ. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് കണ്ട മെസ്സേജ് എൻ്റെ കസിൻ്റെ ആയിരുന്നു, ഇവിടെ സേഫ് അല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവമൊക്കെ നടക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ വീട്ടുകാരായി, കുറച്ച് നാട്ടുകാരായി, പിന്നെ നമ്മുടെ ഫ്രണ്ട്സായി എല്ലാവരും സേഫ് അല്ലേ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നു. അതിൻ്റെ കൂടെ നമ്മുടെ യൂട്യൂബിലുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സും നമ്മളോട് സേഫ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ നല്ല സന്തോഷമായി. നമ്മൾ അന്വേഷിക്കാനും ആൾക്കാരുണ്ടല്ലോ. ഈ ഒരു സമയത്താണ് ഒരു പ്രത്യേക തരം ആൾക്കാരെ എനിക്ക് ഓർമ്മ വന്നത്. അവർക്ക് ഇപ്പോൾ എന്നെ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എൻ്റെ സാലറി വരുന്നതിന് തൊട്ട് മുമ്പായിട്ടും ഇല്ലെങ്കിൽ അവർക്ക് ക്യാഷിന് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിലും എന്നെ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ചില ബന്ധങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി 500 1000 2000 എന്ന് പറഞ്ഞ് ഞാൻ വിട്ട് കളയുകയും ചിലരോട് ഞാൻ തറപ്പിച്ച് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അഹങ്കാരിയുമായി മാറും. ഒരു പ്രവാസിയായപ്പോൾ ഞാൻ സാക്രിഫൈസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 1 രൂപയ്ക്ക് പോലും എനിക്കതിനുള്ള വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കടം തന്നിട്ട് തിരിച്ചു തരാത്ത എല്ലാവർക്കും എന്ത് വേണമെങ്കിലും വിചാരിക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം എനിക്കെന്നെ ഭയങ്കര ഇഷ്ടം. കടം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും കൊടുക്കാതിരിക്കുക. അതാണ് ഇപ്പം എൻ്റെ ഒരു പോളിസി. അത്രേ ഉള്ളൂ. അപ്പോൾ ശരിട്ടാ.